ITL World Junior Idol Season 2 ലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. അങ്ങനെ ITL World Junior Idol Season 2 ഈ ഒരു മ്യൂസിക്കൽ ജേർണി ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ 5 ടോപ്പ് ഫൈനലിസ്റ്റുകളുടെ നാടും വീടും നാട്ടുകാരെയും ഒക്കെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ശരത്തിന്റെ നാട്ടിലാണ്. കോഴിക്കോട് പൂളക്കടവ് എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ശരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. Hi Sharath. Hi. Congratulations. Thanks. Sharath ഇപ്പം ITL World Junior Idol Season 2 ഫൈനലിസ്റ്റ് ആണ്. വളരെ സന്തോഷമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? ശരത് ഇപ്പൊ നമ്മള് കോഴിക്കോട് അല്ലേ? എന്താണ് കോഴിക്കോട്ടുകാരൊക്കെ എന്ത് പറയുന്നു? നല്ല വിശേഷം തന്നെ. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയിലാണ്, ഭയങ്കര പ്രതീക്ഷയാണ് എനിക്ക് കിട്ടുന്നുള്ള. അതൊന്നല്ല, ഞാൻ നന്നായിട്ട് പാടുന്നുള്ളതാണ്. ബാക്കി അതെ നമ്മള് പൊസിഷനില് അതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല. എന്നാലും ഫൈനലെത്തിയല്ലോ, അതന്നെ ഒരു വലിയ കാര്യം കാണുന്നത്. ശരത് ഇപ്പം ഈ ഒരു മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോ, നമ്മുടെ ഈ റിയാലിറ്റി ഷോന്റെ മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രതീക്ഷിച്ചിരുന്നോ ഫൈനലിസ്റ്റ് എത്തുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, എല്ലാവരും നല്ല ഗായകരായിരുന്നു. 18 കണ്ടസ്റ്റൻസും ഒന്നിനൊന്നിന് മെച്ചമുള്ള ഗായകരായിരുന്നു. ഫൈനലെത്തുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ വന്നിരുന്നു. അങ്ങനെ അവസാനം എത്തി. ശരത്തിന് ഈ കോൺടെസ്റ്റിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. എന്നാലും ഒരു ഇൻസിഡന്റ് പറയുമെങ്കിൽ അതേതായിരിക്കും? അത് ഞാൻ ഗ്രാൻഡ് മാസ്റ്ററിലെ അകലെയോ എന്ന പാട്ട് പാടിയപ്പം ജഡ്ജസ് പറഞ്ഞു ഇത്രയും സ്റ്റേജ് പ്രസൻസ് ഉള്ള ഒരു കുട്ടി എന്താ പറയുക 18 പേരിലില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു ഭയങ്കര സന്തോഷമായി. അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിനു മകളെ നീ എങ്കിലും അരികിൽ ഞാനിന്നും, മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേവാ അരികേവാ മലരേവാ തിരികേവാ, അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ. അതിനാണ് ഏറ്റവും നല്ലൊരു കമന്റ്. ശരത്തിന് തോന്നിയിട്ടുണ്ടോ അത് ശരത്തിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. പൊതു ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പറയാറുണ്ട്. അപ്പൊ ശരത്തിനും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും പറയുന്നു. അതല്ലാതെ വേറെ ഏത് ക്വാളിറ്റിയാണ് ശരത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്? പിന്നെ ജഡ്ജസ് ഒരു എന്നവളെ അടി എന്നവളെ പാടിയപ്പം മറ്റേ അരുന്ധതി ടീച്ചർ പറഞ്ഞിരുന്നു നല്ല വിനയമുള്ള കുട്ടിയാണ്. അതൊക്കെ ഇവരെ ഇത്രയും വലിയ ആൾക്കാരുടെ അടുത്ത് കേൾക്കാന്ന് വെച്ചാൽ ഒരു ഏറ്റവും നല്ലൊരു ഭയങ്കര ഒരു ഇതാണ്. ശരത്ത് ഇപ്പം നമ്മുടെ കോൺടെസ്റ്റിൽ വന്നതിന് ശേഷം എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഉണ്ടായത്? കുറേ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഞാൻ ഇതിന് വന്നതിന് ശേഷം ഒരു ആവറേജ് സിംഗറായിരുന്നു. ഞാൻ മെലഡി സെമി ക്ലാസിക്കലൊക്കെ പാടാൻ പെർഫോമൻസ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ അതൊരു ചമ്മൽ പോലെയായിരുന്നു. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം കുറേ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. നല്ല കുറേ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി. അവിടെയും കാഴ്ചവെക്കാൻ പറ്റി. പുറത്തും ഇപ്പം കുറേ പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 2 ഇനോഗ്രേഷൻ കിട്ടി. അപ്പോൾ അതൊക്കെ പെർഫോമൻസ് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് ഇവിടെ വന്നുകൊണ്ടാണ്. അപ്പോൾ കുറേ അതെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും.
ജഡ്ജസ് നമ്മുടെ ജഡ്ജസ് അതെ അതെ അവരെ അനൂപ് ശങ്കർ കുറിച്ച് സാറൊക്കെ പറയാനും ഒരുപാട് കാണും. അതെ അതെ ഈ അനൂപ് ശങ്കർ സാറൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സാർ ഓരോ പാട്ടും അതിനെന്തൊക്കെയാണ് തെറ്റ് വരികൾ അത് പിന്നെ ട്യൂണിന് എന്തെങ്കിലും വ്യത്യാസം അതൊക്കെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പാടാറ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി 2 ജഡ്ജസും ബിജുപാൽ സാറ് ഈസ് എ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പം മൂപ്പരാളെ മുമ്പിൽ പാടാൻ തന്നെയുള്ള ഒരു വലിയൊരു കാര്യമാണ്. ബിജുപാൽ സാറിന്റെ ഫിലിമിൽ പാടാൻ ഒരു ഓഫർ. അതെ ഞങ്ങൾ 5 പേര് ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന ലാൽ സാറിൻ്റെ ഫിലിമിൽ ഒരു അവസരം കിട്ടി. ഞങ്ങൾ 5 പേര് ഒരുമിച്ചുള്ളൊരു കോറസ് പാട്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ബിജുപാൽ സാറെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു മലയാളം പാട്ട് അതിൻ്റെ കറക്റ്റ് ഉച്ചാരണമൊക്കെ സാറാണ് പറഞ്ഞു തരാറ് പാടുന്നതിന് മുമ്പേ. പിന്നെ റിമി ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. ചേച്ചിയുള്ളത് തന്നെയാണ് ഞങ്ങളൊരു കോൺഫിഡൻസ് പാടാൻ. അതെ ഇപ്പം ജൂനിയർ ഐഡലിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകൾ നമുക്ക് തന്നു. അതിൽ ശരത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പെർഫോമൻസ് ഏതാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെമി ഫൈനലിൽ ഞാൻ അടി കാണാക്കറെങ്കിൽ ഒരു ഗൗണ്ടര വേഷത്തിലൊക്കെ വന്ന് പാടി. അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ്. അടി കാണും കോയില കച്ചേരി വയ്ക്കപ്പോറ ഒന്ന് കണക്കാക സെത്ത് വച്ച് കൈരാശി പാക്കപ്പോറ ഇനി മനസ്സെല്ലാം മത്താപ്പ് പോല മലരാക തൂമ്മമ്മ ഇനി വരും കാലം തുമ്പങ്ങൾ നീങ്ങി മലർമാല പോടും അമ്മ അടി കാണ ശരത്ത് തന്നെ പറഞ്ഞു ശരത്തിന്റെ സ്റ്റേജ് അപ്പിയറൻസ് എല്ലാവരും ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നല്ല ഡ്രസ്സിങ് സെൻസ് ആണ് ശരത്തിന്. ശരത്ത് ഒരു പ്രാവശ്യം മുടി വെട്ടി ഹെയർ സ്റ്റൈൽ കളിയാക്കി കൊന്നില്ല എല്ലാവരും. എല്ലാ കണ്ടസ്റ്റൻസും സ്കൂളിൽ എങ്ങനെയായിരുന്നു? സ്കൂളിൽ അതെ ഭയങ്കര കളിയാക്കലായിരുന്നു. അതെയാ നിനക്കെന്താ വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ചു. ശരത്ത് ആരാണ് കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്തത്? ശരത്ത് തന്നെയാണോ? ഞാൻ സ്വന്തമാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. പിന്നെ കളറൊക്കെ പിന്നെ അച്ഛനും അമ്മയും സഹായിക്കും. പിന്നെ കുറേ ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ജൂനിയറിൽ വന്നിട്ട് തന്നെ ഏച്ചി തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഏച്ചീൻ്റെ കളക്ഷൻസൊക്കെ സുഖിപ്പിച്ചതാണല്ലോ ശരത്തെ. അല്ല അത് ഓരോ പിന്നെ ചില നമ്മളെ ക്ലാസ്സിൽ തന്നെ കുറേ കുട്ടികൾ സഹായിക്കും അങ്ങനെ ഡ്രസ്സിങ് സെൻസും. ഞാൻ പണ്ടേ അങ്ങനെ ഡ്രസ്സിങ് സെൻസ് നല്ലോണം നോക്കാറുള്ള ഒരു കൂട്ടത്തിലാണ്. അതെല്ലാം നമ്മുടെ സ്റ്റേജ് അപ്പിയറൻസിനെ വളരെയധികം ബാധിക്കും. അപ്പം ശരത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ലേ ഇവിടെ വന്നതിന് ശേഷം? പിന്നെ ഇവിടെ കോസ്റ്റ്യൂം അവർ കുറേ പറഞ്ഞു തരും ഇങ്ങനെ എന്ത് ഇടണം എന്നൊക്കെ. അപ്പം അതൊക്കെ ഒരു വലിയ ഇതാണ്. എന്നവളെ അടി എന്നവളെ എந்த இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டേ. ശരത്ത് തന്നെ ആദ്യം പറഞ്ഞു ശരത്ത് ഭയങ്കര ഷൈ ആയിരുന്നു, പെർഫോം ചെയ്യാൻ അത്ര എന്താ പറയുക ഒരു മടിയായിരുന്നു അല്ലേ ശരത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ കോൺടെസ്റ്റിൽ വന്നതിന് ശേഷം സ്റ്റേജ് ബൈ സ്റ്റേജ് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം സെമി ഫൈനൽസിലൊക്കെ നല്ല നല്ല കിടിലൻ ഡാൻസ് ചെയ്ത് അങ്ങനെ തകർക്കുമായിരുന്നു. നല്ല കളർഫുൾ ആയിരുന്നു ഓരോരോ പെർഫോമൻസും. ഡാൻസ് പഠിക്കണ്ട? ഇല്ല, ഡാൻസ് പഠിക്കുക വെച്ചാൽ എൻ്റെ അനിയത്തി തന്നെയാണ് എന്നെ പഠിപ്പിക്കാറ്. ഡാൻസ് കൊച്ചനിയത്തിയാണ്. പക്ഷേ മൂപ്പരാൾ ഭയങ്കര ഡാൻസ് വെച്ചാൽ മരിക്കുന്ന പോലെ അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഏട്ടാ ഇങ്ങനെ സ്റ്റെപ്പ് കളിക്കണം അതാണ്. പിന്നെ ഞാൻ തന്നെ സ്വന്തം പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും നല്ല കൊറിയോഗ്രാഫേഴ്സിൽ ആൾക്കാരാണല്ലോ. അപ്പോൾ അനിയത്തിയും പിന്നെ കൊറിയോഗ്രാഫേഴ്സ് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്തൊന്നും പോയി പഠിക്കുന്നില്ല. ശരത്തിന് ജൂനിയർ ഐഡലിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? എല്ലാവരും ഫ്രണ്ട്സ് ആണ്. എന്നാലും ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? 2 പേരാണ്, ശ്രേയസും അജലും. ഒരു ഭയങ്കര നല്ലൊരു അടുപ്പാണ്.
ഇപ്പോൾ ശ്രേയസ് ഔട്ടായാലും വളരെയധികം സങ്കടമുണ്ട്. എപ്പോഴും കോൺടാക്ട്. അതെ അതെ, എപ്പോഴും കോൺടാക്ട് വിളിക്കാറുണ്ട്. പിന്നെ അജലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇവർ രണ്ടുപേരിലും ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ കോൺടെസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള സിംഗറാണ്? അത് ഇത്രയും പെർഫോമൻസ് കണ്ടതിൽ സ്ഥിതി തന്നെ നമുക്ക് പറയാം അജൽ തന്നെയാണ്. അജലിനെയാണ് ഇഷ്ടം. അജലിന്റെ വോയിസ് അതെ അതെ, ഇഷ്ടമാണ്. നല്ല ഭാവം ഉള്ളൊരു വോയിസാണ്. അത് ജഡ്ജസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടം. അപ്പം വേറെ ഫീമെയിൽ ആരെങ്കിലും? ഫീമെയിൽ ആയിഷയായിരുന്നു. ആയിഷ ഔട്ടായല്ലോ. അതെ. പിന്നെ ഇപ്പോൾ അലീന നല്ല ഉഗ്രൻ സിംഗറാണ്. ഇനി ചോദിക്കാനുള്ളത്, അപ്പം നമ്മൾ കോൺടെസ്റ്റിൽ ചോദിച്ചു, ശരത്തിന് ഇപ്പം പ്ലേബാക്ക് സിംഗിങ്ങിൽ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ? ആരാണ്? കുറേ പേരുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരാണ്, ദാസാറും മുഹമ്മദ് റാഫി സാറും. അവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അവരിൽ ശരത്ത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണമുള്ള റീസൺ എന്താണ്? അവരുടെ ശബ്ദവും ഭാവവും. അതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടോ? അനുകരിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷെ അത് കേട്ടിട്ട് എങ്ങനെയാണത് കൊടുക്കേണ്ടതെന്ന് നോക്കാറുണ്ട്. ശരത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യം പറയണം, കാരണം ഓൾറെഡി നമ്മൾ വിജിപാൽ സാർ ജഡ്ജാണ്. അപ്പം ശരത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളിനെ തന്നെ ശരിയായിട്ട് പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു. അല്ല, ഇപ്പം ലേറ്റസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബിജിപാൽ സാർ തന്നെയാണ്. അത് അല്ല, ഞാൻ ജഡ്ജായതുകൊണ്ട് പറയല്ല, ഈ സോങ്സ് ആർ വെരി സംഭവമാണ്. പിന്നെ പഴയ നോക്കുമ്പം രവീന്ദ്ര മാഷ്, പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ഇവരൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഇളയരാജ സാർ. ഓക്കെ. പഴയ പാട്ടുകൾ ഒരുപാട് പഴയ പാട്ടുകൾ കുറേ കേൾക്കാറുണ്ട്. അതെങ്ങനെ അച്ഛനും അമ്മേൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണോ? അമ്മ ഭയങ്കര പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടും അല്ലേ? അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കാറ്. അധികം ഞാൻ ഇങ്ങനെ പുതിയതായിരുന്നു കേൾക്കാറ്. അപ്പൊ ശരത്തിന്റെ ഇഷ്ടം പഴയ പാട്ടുകളാണ്? അതെ അതെ, ഞാനിങ്ങനെ അമ്മ പറഞ്ഞു കേട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അധികം പഴയ പാട്ടുകാരാണ് കേൾക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺടെസ്റ്റ് ഒരുപാട് നല്ല നല്ല പഴയ പാട്ടുകൾ കൊണ്ടുവരാൻ പറ്റി. പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ശരത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു പഴയ പാട്ട് പാടും. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. താങ്ക് യു ശരത്, നന്നായിട്ട് പാടി. എപ്പോഴും ഇതുപോലെ തന്നെ പാടാൻ പറ്റട്ടെ, നമ്മുടെ ഫൈനലിലും പ്രത്യേകിച്ച്. അപ്പോൾ ശരത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ശരത്തിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും സ്കൂളിലൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ. ക്ലാസ്സിൽ വരാറില്ലെങ്കിലും എക്സാം ടൈമിൽ കൃത്യമായിട്ട് വരും. മന്ത്രം പോലും മൗനമുണർന്നൊരു